ഹലോ, പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശിന് അമേരിക്കൻ കമ്പനിയായിട്ടുള്ള ഡീൽ നേടാൻ കഴിയാത്തതിൽ മുത്തശ്ശന് നല്ല ദേഷ്യവും അമർഷവും വിഷമവും എല്ലാം ഉണ്ട്. അങ്ങനെ മുംബൈയിലെ യാത്രയ്ക്കൊക്കെ ശേഷം ആദർശ് നേരെ മുത്തശ്ശൻ്റെ അടുത്ത് ചെന്ന് മുത്തശ്ശനോട് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. മുത്തശ്ശ, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, എന്നെ ആരോ പറ്റിച്ചതാണ്. ഇതിൻ്റെ ഇടയിൽ എന്തോ ഒരു കളി നടന്നിട്ടുണ്ട്. ഞാൻ ആ ഡീല് കഴിഞ്ഞ് അവിടെ എത്തണമെന്ന് വിചാരിച്ച ആരോ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ്. ഞാൻ ആ ഡീല് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ എത്തിച്ചേരാൻ പറ്റിയത്. എനിക്ക് കൃത്യസമയത്ത് അവിടെ എത്തിച്ചേരാൻ പറ്റുകയായിരുന്നെങ്കിൽ നമുക്ക് തന്നെ ആ ഡീല് കിട്ടിയേനെ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശന് നല്ല ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശൻ ആദർശനോട് ദേഷ്യപ്പെടുന്നുണ്ട്. നിനക്ക് ഇത്രയും റെസ്പോൺസിബിലിറ്റി ഇല്ലേ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നന്നായി ശ്രദ്ധിക്കണം, ഇത് നമുക്ക് കിട്ടിയേ പറ്റുകയുള്ളൂ. ഈ ഡീല് നമ്മുടെ കമ്പനിക്ക്, നമ്മുടെ ജ്വല്ലേഴ്സിന് എത്ര അനിവാര്യമാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടായിരുന്നോ? എം ജ്വല്ലറിയെ നിസ്സാരമായി കാണരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതില്ലേ? എന്നിട്ടും നീ എല്ലാം ില്ലേ എന്ന് പറയുമ്പോൾ ആദർശിന് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശ, ഞാൻ അറിഞ്ഞതുകൊണ്ട് ചെയ്തതല്ല, എൻ്റെ ഭാഗത്ത് ചെറിയൊരു വീഴ്ച സംഭവിച്ചു. ഇങ്ങനെയൊന്നും വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഒരു ബിസിനസ്മാനായാലേ പലയിടത്തും കണ്ണുകൾ വേണം. പ്രത്യേകിച്ച് നമുക്ക് ശത്രുക്കളുണ്ടെന്നറിയുമ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി ശ്രദ്ധിക്കണം. എന്നാലേ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? നിന്നെ ഞാൻ വിശ്വസിച്ച് ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിച്ചു, നീ അതെല്ലാം നശിപ്പിച്ചു. ഞാൻ ഇതിനു വേണ്ടി എത്രയേറെ കഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഇതെനിക്ക് എൻ്റെ ജ്വല്ലേഴ്സിനെ കിട്ടണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എല്ലാം നീ നശിപ്പിച്ചില്ലേ, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ പറയുമ്പോൾ ആദർശ് അവിടുന്ന് സങ്കടത്തോടെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ആദർശാണെങ്കിൽ നയനയുടെയും ദേവയാനിയുടെയും അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, അമ്മേ, ഞാൻ വലിയൊരു തെറ്റാണ് ചെയ്തത്. അത് എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് നമുക്ക് ഈ ഡീല് കിട്ടാതിരുന്നത്. ഞാൻ കുറച്ചും കൂടി ശ്രദ്ധിച്ച കാര്യങ്ങൾ നീക്കണമായിരുന്നു. ചുറ്റും ശത്രുക്കളാണെന്ന് ഞാൻ തിരിച്ചറിയണമായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് പറ്റിയ അബദ്ധമാണ്. മുത്തശ്ശൻ ഇത്രയേറെ വിഷമിച്ച് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. മുത്തശ്ശൻ ഒരുപാട് വിഷമമായി. മുത്തശ്ശൻ ആദ്യമായിട്ട് എന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. എനിക്കിത് താങ്ങാൻ പറ്റുന്നതല്ല എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അത് സാരമില്ല മോനെ, അച്ഛൻ്റെ വിഷമത്തിൽ പറഞ്ഞതില്ലേ, മോൻ അത് കാര്യമാക്കണ്ട. ഇനി ഇങ്ങനെ വിട്ടുകൊടുക്കരുത്. മൂർത്തീസ് ജ്വല്ലേഴ്സിനെ എത്രയും പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മുടെ ഉള്ള ഷെയർസും കൂടി പോകും. പിന്നെ നമ്മൾ വെറും സീറോ ആയി പോകും. അതിന് ഇടവരരുത്. അതിന് മുമ്പ് തന്നെ നമുക്ക് ജ്വല്ലറിയെ രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് ശരിയാണമ്മേ, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അതിന് ശ്രമിക്കുന്നതായിരിക്കും. ഇനി ഞാൻ ഈ ജ്വല്ലറിയിലെ MD സ്ഥാനത്ത് നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഞാൻ അതുകൊണ്ട് തന്നെ MD സ്ഥാനം ഒഴിഞ്ഞ് അത് അനിയോ മുത്തശ്ശനോ ഏൽപ്പിക്കുകയാണ്. അവരത് നോക്കി നടത്തട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ ഹാളിലായിട്ട് എല്ലാവരെയും വിളിക്കുകയാണ്. കൂടെ മുത്തശ്ശിയുണ്ട്. മുത്തശ്ശൻ എന്നിട്ട് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. ആദർശിക്കാണെങ്കിൽ ഒരുപാട് വിഷമത്തിലാട്ടോ മുത്തശ്ശൻ്റെ അടുത്ത് നിൽക്കുന്നത്. മുത്തശ്ശനാണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ വളരെ ചെറിയൊരു ജ്വല്ലറിയാണ് മൂർത്തശ്ശി ജ്വല്ലറി തുടങ്ങിയത്. അതിൽ നിന്നാണ് ഒരുപാട് വളർന്ന് ഇത്രയേറെ ശാഖകളൊക്കെ ഉണ്ടായത്. ഇപ്പോൾ അത് വലിയൊരു ജ്വല്ലറിയെ ഞാൻ ഒരിക്കലും കള്ളത്തരം കാണിച്ചിട്ടില്ല. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാവർക്കും പറ്റുന്ന രീതിയിലാണ് ഞാൻ സ്വർണം കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഒരു കള്ളത്തരത്തിനും കൂട്ടു നിന്നിട്ടുമില്ല. ടാക്സും എല്ലാം കൃത്യമായി അടച്ചാണ് ഞാൻ ഇത്രയും കാലം മുന്നോട്ട് പോയിരുന്നത്. അതെൻ്റെ ജ്വല്ലറിയെ ഒരുപാട് സ്വാധീനിച്ചിട്ടുമുണ്ട്. എൻ്റെ ജ്വല്ലറി ദൈവാധീനത്താൽ നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് വന്നു. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റിയെന്നറിയത്തില്ല, അത് വീണ്ടും താഴോട്ട് പോവുകയാണ്. ഇതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ആണെങ്കിൽ പറയുന്നുണ്ട്, എല്ലാം ആദർശിൻ്റെ കുഴപ്പമാണ്. ആദർശ് ഒന്നും മര്യാദയ്ക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഈ മൂർത്തീസ് ജ്വല്ലേഴ്സ് ഇത്രയേറെ താഴെ പോകാൻ കാരണം എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കും ജലജെ. തീയിലെ എണ്ണ ഒഴിക്കാൻ നീ മിടിക്കുകയാണ്. നീ ഇപ്പോൾ ഒന്നും മിണ്ടണ്ട എന്നൊക്കെ പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, അല്ല അച്ഛാ, ആദർശ് ഇനിയും MD സ്ഥാനത്ത് തുടരുമോ? ആദർശിനെ മാറ്റി വേറെ ആരെങ്കിലും അവിടെ ഇരുത്തണ്ടേ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നീ എന്തായാലും ഇത്രയും വലിയ കാര്യത്തിലൊന്നും ഇടപെടണ്ട എന്ന് പറയുകയാണ്. ആദർശാണെങ്കിലും പറയുന്നുണ്ട്, അത് ശരിയാണ് മുത്തശ്ശ, ഞാൻ ഇനി MD സ്ഥാനത്ത് ഇരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത്രയേറെ വലിയൊരു ഡീലല്ലേ എന്നിൽ നിന്ന് നഷ്ടമായി പോയത്. അതുകൊണ്ട് ഞാൻ ഇനി ആ സ്ഥാനത്ത് നിൽക്കുന്നില്ല. ഇനി MD സ്ഥാനത്ത് നിൽക്കാൻ ഏറ്റവും നല്ല യോഗ്യൻ അനിയാണ്. അനി ബിസിനസ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അനിയുടെ ജ്വല്ലേഴ്സ് എല്ലാം നല്ല രീതിയിൽ ലാഭവും കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എല്ലാ കാര്യങ്ങളും നോക്കി നടത്തട്ടെ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അനി ഇപ്പോൾ ചെന്നൈയിലല്ലേ, അനി വരട്ടെ, അനി വന്നിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം തീരുമാനിക്കാം. അതുവരെ ഇതിനെക്കുറിച്ചൊന്നും ആരും സംസാരിക്കേണ്ട എന്ന് പറയുകയാണ് മുത്തശ്ശൻ.
ആണെങ്കിൽ വീട്ടിലുള്ള എല്ലാവരോടും ആയിട്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെയെല്ലാം വിളിച്ചു വരുത്തിയത് വേറെ ഒന്നിനുമല്ല. ഇനിയും നമ്മുടെ ജ്വല്ലറി ഒരിക്കലും താഴോട്ട് പോകരുത്. അങ്ങനെ പോയാൽ നമ്മളുടെ ജ്വല്ലറി വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടും. അതുകൊണ്ട് തന്നെ ഈ അമേരിക്കൻ കമ്പനിയായിട്ടുള്ള ഡീലൊന്നും നടന്നില്ലല്ലോ, അതിൻ്റെ എല്ലാം ക്ഷീണം മാറ്റി നമ്മുടെ കമ്പനിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ശത്രുക്കളാരെന്ന് തിരിച്ചറിയുകയും അവർക്ക് നമ്മളോട് ഇത്ര ശത്രുത വരാൻ കാരണം എന്താണെന്ന് കണ്ടെത്തുകയും ചെയ്യണം. എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കണം. എന്നാലേ നമ്മുടെ ജ്വല്ലറിയും ഈ അനന്തപുരി തറവാടും മുന്നോട്ട് പോകുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ട് മുത്തശ്ശ എന്നൊക്കെ പറയുന്നുണ്ട്. ജലജയാണെങ്കിൽ അഭിയോടും നവ്യോടുമായിട്ട് പറയുന്നുണ്ട്, കണ്ടില്ലേ അച്ഛൻ്റെ സ്വഭാവം. ആദർശ് കമ്പനിക്ക് ഇത്രയേറെ ലോസ് ഉണ്ടാക്കി വെച്ചിട്ടും യാതൊരു കുഴപ്പമില്ല. ഇപ്പോഴും അവനെ MD സ്ഥാനത്ത് തന്നെ ഇരുത്താനാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത്. അത് അഭിയെങ്ങാനും ചെയ്തതെങ്കിലോ അഭി എന്നേ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയേനെ. പറഞ്ഞിട്ട് എന്താ കാര്യം? ചന്തുമോളുടെ അച്ഛൻ ആദർശാന്ന് അറിഞ്ഞിട്ടും അച്ഛന് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ, പിന്നെയാണ് ഇത് എന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അത് ശരിയാണമ്മേ. അഭിയാണ് ഈ തെറ്റൊക്കെ ചെയ്തതെങ്കിൽ അഭിയെ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയേനെ. ആദർശ് ചന്തുമോളുടെ അച്ഛനാണെന്ന് അറിഞ്ഞിട്ട് യാതൊരു കുഴപ്പവും ആർക്കുമില്ല. അതുപോലെ തന്നെ കമ്പനിക്ക് ഇത്രയേറെ ലോസ് ആദർശ് ഉണ്ടാക്കി വെച്ചിട്ടും ആർക്കും യാതൊരു പ്രശ്നവും ഇല്ല. എല്ലാവരും അവൻ്റെ ഭാഗത്തു നിന്നാണ് സംസാരിക്കുന്നത്. ഇനിയും മൂർത്തി സിലേഴ്സ് മുന്നോട്ട് പോകുന്തോറും തകർച്ചയിലോട്ടേ പോവുകയുള്ളൂ. കാരണം അവനാണല്ലോ ഈ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്. അവൻ്റെ സ്വഭാവമൊന്നും തീരെ ശരിയല്ല. അങ്ങനെയുള്ളവർ ഒരു കാര്യം ചെയ്താലും അത് ഗുണം പിടിക്കില്ല എന്നൊക്കെ നവ്യ പറയുമ്പോൾ അഭിയാണെങ്കിലും ജലജയാണെങ്കിലും നവ്യയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാട്ടോ. അങ്ങനെ നയനയും ആദർശും കൂടി സംസാരിക്കുകയാണ് അഭിയോട് പറയുന്നുണ്ട്, നിനക്ക് സന്തോഷമായി കാണുമല്ലേ, നീ എൻ്റെ തകർച്ച ആഗ്രഹിച്ചതല്ലേ എന്നൊക്കെ ആദർശ് പറയുമ്പോൾ നയനയും പറയുന്നുണ്ട്, അത് ശരിയാണ്, അവൻ ഒരുപാട് ആഗ്രഹിച്ചു. ഈ വീട്ടിലുള്ളവരെല്ലാം സങ്കടപ്പെട്ട് കാണാൻ അവർ ഒരുപാട് ആഗ്രഹിച്ചു. അതുപോലെയൊക്കെ നടക്കുന്നത് കാണുമ്പോൾ അവന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഇവനും ജ്വല്ലറിക്ക് നല്ല സപ്പോർട്ടാണ്. ഇവനായിരിക്കും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ജ്വല്ലറിക്ക് ഒറ്റ കൊടുക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അഭി പറയുന്നുണ്ട്, അയ്യോ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊന്നും എവിടെയും പോയി പറയാറില്ല. ഞാൻ ഈ വീട്ടിൽ തന്നെയല്ലേ ഇരിക്കുന്നത്. ഞാൻ എവിടെ പോയാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടത്? അല്ലെങ്കിലും മൂർത്തി സിലേഴ്സിലെ ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, നീ അങ്ങനെ നല്ല പിള്ള ക്ഷമയൊന്നും വേണ്ട. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാലോ. നീ ഒരുപാട് പേരെ ദ്രോഹിച്ചിട്ടുള്ളവരെ. ഇവിടെയുള്ള ഓരോരുത്തരെയും നീ ഇപ്പോഴും ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നീ വലിയ നല്ല പിള്ളയൊന്നും ചമയണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. ഇതൊക്കെ കേട്ടുകൊണ്ടാട്ടോ നവ്യ അങ്ങോട്ട് വരുന്നത്. ആണെങ്കിൽ പറയുന്നുണ്ട്, അല്ല ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിന്റെ ഭർത്താവിന് മതിയായില്ലേ? ഇപ്പോഴും എൻ്റെ അഭിയെ കുറ്റപ്പെടുത്തുന്നു. അവൻ്റെ കുറ്റങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് ഭാവി എൻ്റെ അഭിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അഭി അവൻ ചെയ്തത് അത്രയും കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ചേച്ചി സൂക്ഷിച്ച് മാന്യമായിട്ട് വേണം സംസാരിക്കാൻ. ആദർശേട്ടൻ ചേച്ചി കരുതുന്ന പോലെ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇല്ലടി, യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. അത് എനിക്കറിയാം. നിന്നോട് എനിക്ക് ഒരുപാട് മതിപ്പുണ്ടായിരുന്നു. എനിക്ക് നിന്നോടിപ്പോൾ യാതൊരു മതിപ്പുമില്ല. നീ ഇവിടുത്തെ സ്വത്തുക്കൾ ആഗ്രഹിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി. അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിന് മറ്റൊരു ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ടെന്നൊക്കെ അറിഞ്ഞാൽ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ? ഏതൊരു നല്ല ഭാര്യയ്ക്കും അത് സഹിക്കാൻ പറ്റുന്നതല്ല. പക്ഷേ നീ അതെല്ലാം സഹിച്ച് ഇപ്പോഴും ആദർശന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. അത് ഒന്നെങ്കിൽ നീ ഇവിടുത്തെ സ്വത്ത് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടിട്ടാണ് നീ അങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ നീ ഒരിക്കലും ആദർശന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയില്ല. എൻ്റെ പഴയ നയനയാണെങ്കിൽ ഇങ്ങനത്തെ സ്വഭാവമൊന്നുമല്ല. ഇപ്പോൾ നിനക്ക് ഒരുപാട് സ്വത്തിനോടൊക്കെ അതിയായ ആഗ്രഹവും ഭ്രമവും ഒക്കെ തോന്നി തുടങ്ങി. പിന്നെ ഇപ്പോൾ നല്ലൊരു ഡിസൈനറാണല്ലോ, 5 ശമ്പളമാണല്ലോ കിട്ടുന്നത്. ഇതൊക്കെ ഈ വീട്ടിൽ നിന്ന് പോയാൽ കിട്ടുകയില്ലല്ലോ. അതൊക്കെ വിചാരിച്ചായിരിക്കും നീ ഇവിടെ നിൽക്കുന്നത് അല്ലേ എന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ചേച്ചി അറിയാത്ത കാര്യങ്ങളൊന്നും ചുമ്മാ പറയാൻ നിൽക്കരുത്. ചേച്ചിക്ക് അറിയോ, ആദർശേട്ടനല്ല ചന്തുമോളുടെ അച്ഛൻ. ആദർശല്ലെങ്കിൽ പിന്നെ ആരാ ചന്തുമോളുടെ അച്ഛൻ എന്നൊക്കെ നവ്യ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, അത് വേറെ ആരുമല്ല, ചേച്ചിയുടെ ഭർത്താവില്ലേ അഭി തന്നെയാണ് ചന്തുമോളുടെ അച്ഛൻ. അനഘേനെ ഇങ്ങനെ കൊല്ലാനാക്കിയതെല്ലാം അഭിയാണ്. അഭി കാരണമാണ് അനഘയ്ക്ക് ഈ ഗതിയെല്ലാം ഉണ്ടായത്. ഇനി ഞാൻ ചേച്ചിയോട് പറയാതിരുന്നാൽ യാതൊരു കാര്യവുമില്ല. ചേച്ചിയോട് ഈ സത്യങ്ങളെല്ലാം പലപ്പോഴും ഞാൻ പറയണമെന്ന് കരുതിയതാണ്. പിന്നെ ചേച്ചിയുടെ ജീവിതത്തെ ഓർത്താണ് ഞാൻ ഇതൊന്നും പറയാതിരുന്നത്. ഇനി ഇത് പറയാതിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ സത്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നത്. ചേച്ചിയുടെ ഭർത്താവ് തന്നെയാണ് ചന്തുമോളുടെ അച്ഛൻ. ആ കാര്യങ്ങളൊന്നും ചേച്ചി അറിയരുത്. ചേച്ചി അറിഞ്ഞാൽ ആത്മഹത്യ എങ്ങാനും ചെയ്തെങ്കിലോ എന്നൊക്കെ പേടിച്ചാണ് ഞങ്ങൾ ചേച്ചിയോട് ഈ കാര്യങ്ങളൊന്നും പറയാതെ ഇരുന്നത് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും നവ്യ ആകെ സങ്കടത്തോടെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.